എന്നാൽ ഇനി കാണാൻ പോകുന്നത് ഇതല്ല. ഇസ്ലാമിലെ ഇതുപോലത്തെ ചീഞ്ഞളിഞ്ഞ കഥകൾ അത് സമൂഹത്തിൽ പാട്ടാകും. മുഹമ്മദ് എന്ന പ്രവാചകനും മാതൃകാ പുരുഷനും അതുപോലെ മാനവരിൽ മഹോന്നതനും എന്നൊക്കെ വിളിക്കപ്പെടുന്ന വ്യക്തി ഇനി വെറും കൊള്ളക്കാരനും ശിശുഭോഗിയും അടിമഭോഗിയുമായിട്ട് മാറുന്ന കാലം അതാണ് വരാനിരിക്കുന്നത്. ഇസ്ലാമിലെ ആഘോഷങ്ങളിൽ അതിലെ മതകഥകളുടെ പേരിൽ മാറി നിൽക്കാതെ ഇരുന്നവർ, അതിന് ആഹ്വാനം ചെയ്യാതിരുന്നവർ, ഇനി അഥവാ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്താൽ അവരെ തീവ്രവാദികൾ എന്ന് വിളിച്ച് ഒറ്റപ്പെടുത്താൻ മുന്നോട്ട് വരാറുള്ളവർ ഇനി ഇസ്ലാമിനെ കൂടുതൽ അവജ്ഞയോടെ നോക്കും. മുസ്ലിം സമൂഹം ഒന്നടങ്കം ആഘോഷങ്ങളിൽ മതം ജകഞ്ഞുകൊണ്ട് വേർതിരിവുകൾ സൃഷ്ടിക്കുമ്പോൾ, അപരവൽക്കരണം ഇതുപോലെ സ്വയം സൃഷ്ടിച്ചു വെക്കുമ്പോൾ മുസ്ലിം സമൂഹം മൊത്തത്തിൽ ഒറ്റപ്പെടുന്നതിനാണ് അത് വഴിവെക്കുക. തീവ്രവാദി എന്ന ഒറ്റ പേരിന് വിളിക്കപ്പെടാനാണ് ഇത് വഴി തുറക്കുക.